ഉപ്പും മുളകും തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7 മണിക്ക് ഫ്ലവേഴ്സിൽ. അയ്യോ കൂടിപ്പോയാ പണിപ്പാടി. എന്താണ് ലച്ചു ചായ ഉണ്ടാക്കാണോ? ആ ഞാൻ ഇപ്പൊ അമ്മനെ പറ്റി ആലോചിച്ചുള്ളൂ. ഇപ്പൊ തള്ളല്ലേ? അയ്യോ തള്ളിയതല്ല സത്യമായിട്ടും. തള്ളണ കാര്യം പറഞ്ഞപ്പോൾ നമുക്കൊന്ന് പുട്ടുണ്ടാക്കിയാലോ? ഉണ്ടാക്കാം. ആ നല്ല ഐഡിയ. ശ്രീക്ക് ഇഷ്ടമുണ്ട് ആണല്ലേ? ഒരു പപ്പടം കൂടെ ഉണ്ടെങ്കിൽ പൊളിക്കും. കിഴങ്ങറി വെക്കാം. ആ പുട്ടുപൊടി ഉണ്ടോ? ഇന്നലെ വെങ്ങാൻ എന്തോ മേടിച്ചായിരുന്നു. ഇവിടെ കബോർഡിൽ എങ്ങാനും കാണും. എന്താണ് ഇവിടെ പരിപാടി? പരിപാടിയോ? ആദ്യം ഇഷ്ടപ്രാർത്ഥന, പിന്നെ സമൂഹഗാനം, അത് കഴിയുമ്പോ ലാസ്റ്റ് നാടകം. കോമഡി ആയിരുന്നു ശിവ, കോമഡി. ഒന്ന് ചിരിച്ചേക്കടി. മതിയാ? ഡേ എന്തോ രാവിലെ കഴിക്കാനായിട്ട്? പുട്ടുണ്ടാക്കാനുള്ള പരിപാടിയാണ്. എന്നാൽ വേഗം ആയിക്കോട്ടെ, നല്ല വിശപ്പുണ്ട്. ഇപ്പൊ എങ്ങനെയാണ് കട്ട് ചെയ്യണത്? സിസ്റ്റർ വല്ലതും ഉണ്ടോ? അതെ, പരമ്പരാഗതമായി ഇത്തരം കവറുകൾ പൊട്ടിക്കാൻ അനുവർത്തിച്ചു വരുന്ന ചില പ്രത്യേക രീതികളുണ്ട്. കാണിച്ചു തരാം. അയ്യേ എന്താ ചെയ്യുന്ന? ഇത്ര ആവുമെന്ന് വിചാരിച്ചില്ല. അത് എന്നും ദോശ സോറി ചേച്ചി, പറ്റിപ്പോയി. എന്റെ ഈശ്വരൻ വന്നതും നിന്നതും എല്ലാം കണക്ക് തന്നെ. ഓടിയ മൊത്തം ഒന്ന് കളഞ്ഞു. എങ്ങനെ 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 ഏത് കാലാ? ഈ കാലാ? ആ ഇനി ഇനി സ്പീഡില് ചെയ്തേ. അങ്ങനെ ഇങ്ങനെയാണോ? ഒന്നും അറിയത്തില്ലേ? ഒരു ചെറിയ ഡാൻസ് പ്രാക്ടീസ് ആയിരുന്നു അല്ലേ? നീയായിരുന്നാ? ഇവിടെ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് എടിയെ പൊടിയെന്ന് വിളിക്കരുതെന്ന്. മേലെ വിളിച്ചേക്കരുത് കേട്ടാ. ദേഷ്യം കാണാൻ വേണ്ടിട്ട് വിളിച്ചല്ലേ? പിന്നെ ദേഷ്യം കാണാൻ വേണ്ടി ചേച്ചി വിളിക്കടാ. അടിക്കൂ ആടിക്കും. ചേച്ചി വിളിക്കടാ. ചേച്ചി വിളിച്ചതാണെന്ന് മനസ്സിലായി. നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എടിയെന്ന് വിളിക്കരുത് എന്ന്. എന്താ വിളിച്ചത്? പറയട്ടെ. ആ പറ. ഞാനേ ജംഗ്ഷനിലൊക്കെ ഒന്ന് കറങ്ങി പടമുകളിലൊക്കെ ഒരു ഷോപ്പ് ഉണ്ട്. അഡ്വാൻസ് ഭയങ്കര കൂടുതൽ. ആണോ? എന്ത് മാമ? എന്താണ് ഇവിടെ? നീ എവിടെയായിരുന്നു? ഞങ്ങളവിടെ റൂമില്. ഏത് റൂമില്? മാമന്റെ റൂമില്. അതിന്റെ അകത്താ? എന്തിനാണ് അവിടെ പോയിരിക്കണത് നീയൊക്കെ? അത് ഞങ്ങളവിടെ പോയിരുന്നല്ല, അമ്മായി വിളിച്ചോണ്ട് പോയതാ. ഇതിനെ എല്ലാം കൂടെ അതിന്റെ അകത്തോട്ട് വിളിച്ചിട്ട് ആ റൂം നാമാവിശേഷമായി പോകും. അല്ലെങ്കിൽ കുഴിപ്പള്ളത്തോടൊന്നും പോണ്ടേ? അയ്യോ അങ്ങനെ ചോദിക്കല്ലേ, അവക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊന്നും. അമ്മായി പറ, ഞാൻ കുഴിപ്പുറത്തേക്ക് പോണോ? വേണ്ട വേണ്ട, എന്റെ മോളെ എവിടെ പോണ്ട. എന്റെ പൊന്നു, ആൾക്കാരെ കുപ്പിയിലിറക്കണം. നല്ല മെടുക്ക. ചേച്ചി എന്തായാലും വീട് വാടക എടുത്തേ പറ്റുള്ളൂ കേട്ടോ. അതെന്തിനാ? ബിസിനസ് നടത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നല്ലേ പറ്റുള്ളൂ. അതിന് വീട് വാടകയ്ക്ക് എടുക്കണം എന്തിനാ? നിനക്ക് ഇവിടെ താമസിച്ചൂടെ? എല്ലാരും കൂടെ ഇവിടെ നിന്നാലേ ചേച്ചിക്ക് ബുദ്ധിമുട്ടാണ്. ഇവിടെ എല്ലാവരും നിന്ന ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്, നമ്മൾ സഹിച്ചോളാം. ഇവിടെ നിന്നാ മതി, എവിടെ പോണ്ട. ശരിയാ മാമ പോണ്ട. അല്ല മക്കളെ, അത് മാമ പ്ലീസ് മാമ പോവല്ലേ മാമ, ഇവിടെ തന്നെ നിക്കാം മാമ. മാമ പോണ്ട, മാമ ഇവിടെ തന്നെ നിൽക്കാം. നമുക്ക് സന്തോഷമല്ലേ എല്ലാരും കൂടെ ഇവിടെ ഒരുമിച്ചൊക്കെ നിൽക്കുന്നത്. പിന്നെന്താണ്? അപ്പൊ പോണില്ല, തീരുമാനം എടുത്തു ഇവിടെ തന്നെ. പിന്നെന്താണ്? എല്ലാവരും ഇവിടെ എന്താണ്? ചേച്ചി എടുത്തൊരു കാര്യം സംസാരിക്കണം. മാമ സംസാരിച്ച ഞങ്ങളോട് ഒന്നോളാം. അങ്ങോട്ട് പോയാ മതി. പിന്നെ നീ എന്താ ഇവിടെ? നീ എന്താ പോകാൻ വീട്ടില്? അല്ല, നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സീരിയസ് ആയിട്ട് എന്തോ ചർച്ച ചെയ്യാൻ പോവാണല്ലോ. അപ്പൊ എന്റെ വിലപ്പെട്ട എന്തെങ്കിലും അഭിപ്രായങ്ങൾ ആവശ്യമുണ്ടോ എന്നറിയാം. വേണ്ട വേണ്ട വേണ്ടേ? ചെറുതായിട്ട് വേണ്ട അമ്മ. പോണു പോടാ പോണു മാമ. എന്ത് മാമ? എനിക്കിട്ട് അവൻ പോവാൻ സാധ്യതയില്ല. അവന് ഒളിഞ്ഞു നോക്കലില്ല, അസുഖമുള്ളതാണ്. ഞാൻ പോയി 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 പോയി. എന്താ പറ?
ചേച്ചി ഷോപ്പ് എത്രയും പെട്ടെന്ന് എടുത്തേ പറ്റുള്ളൂ ചേച്ചി, ഇല്ലെങ്കിൽ കയ്യിലെ കാശ് എത്രയും തീർന്നു. ഷോപ്പ് എടുത്തോ, പക്ഷെ അത് നോക്കിയും കണ്ടൊക്കെ വേണോട്ടോ എല്ലാം ചെയ്യേ. അളിയൻ്റെ അടുത്തും കൂടെ അഭിപ്രായം ചോദിക്കണം. അത് നല്ല കാര്യം. ഇല്ല പരാതി ആയിരിക്കും. എവിടെ ഇവിടെ ഇല്ല, എനിക്കൊന്ന് സൈറ്റിൽ പോയിട്ട് ഇങ്ങോട്ട് എത്തിയിട്ടില്ല. വരുമ്പോ പറയാം, അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞാലും മതി. പറയാം, ഞാൻ പറഞ്ഞാൽ മാത്രം പോരാ, നീയും പറഞ്ഞോ, പിന്നെ അതിനായിരിക്കും പരാതി. എടാ അതെ, ആ റൂമിലിട്ട് അല്ലട്ടെ, ചിലപ്പോൾ എല്ലാവരും കയറി മെഴുകുണ്ടാവും അവിടെ. നവാസ പൈസ കൊടുക്കാന്ന് പറയടേ. പിന്നെന്ത്? അടുത്ത ആഴ്ച കൊടുക്കാന്ന് പറ. ചുമ്മാ കിടന്ന് ഓട്ടം തന്നെ. കയ്യിലാണ് ഞാൻ പൈസ ഇല്ല. എന്താട്ടാ എന്ത് പറ്റി? എന്ത്? ആരോട് സംസാരിക്കണം? ഞാനോട് സംസാരിക്കാൻ? എന്നോട് തന്നെ സംസാരിക്കണത്. ചേട്ടൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. ഇപ്പൊ കഴിച്ചിട്ട് ഇപ്പൊ എന്ത് കിട്ടായി? ചേട്ടൻ എന്ത് ഇങ്ങനെയൊക്കെ പറയണ? കൊച്ചെങ്ങോട്ട് പോകാൻ പോയത്? കിച്ചണിലോട്ട്. ഇങ്ങനെ അങ്ങോട്ട് പോവിട്. അളിയ എന്താളിയാ അളിയെന്താ? എന്ത് എന്ത് എന്ത്? ഞാൻ സന്തോഷത്തിൽ ഇങ്ങനെ തട്ടിയപ്പോ ഞാൻ തട്ടി തരും കേട്ടാ. കൊള്ളാലോ. സൈറ്റിൽ ചെന്നപ്പോ ആരെങ്കിലും അടി എന്നാ? സൈറ്റിൽ ചെന്നപ്പോ ആരെങ്കിലും അടി എന്നാന്ന്? എടാ എന്നെ അവിടെ സൈറ്റിൽ അടിക്കാൻ ആരുമില്ല. നിന്നെയാണ് അറബി ഗൾഫിൽ അടിച്ച് ഓട്ടിച്ചത്. ഞാൻ നൈസായിട്ട് അളിയൻ അങ്ങോട്ട് പോയിക്കൊണ്ട് പോകാന്ന് വിചാരിച്ചു. നിന്റെ സൂപ്പർവൈസർ പണി എനിക്ക് വേണ്ട. അങ്ങോട്ട് വന്നെങ്കിൽ ഒട്ടകത്തിനെ വായിക്കാൻ വേണ്ടി വിട്ടാനെ. ഒട്ടകത്തിനെ വായിക്കാൻ കുട്ടപ്പിള കൊണ്ടുവിടാ. ചേച്ചി എന്താ ചാച്ചി? അച്ഛനെ വിളിച്ചോണ്ടല്ലോ. വിട്ടാ അച്ഛനെ വിളിക്കണോ? ആ അത് ഇപ്പഴല്ലേ, എന്നെ ദിവസേന വിളിയാണിത്. നീ വിളിക്കുമ്പോഴത്തേക്ക് അടുക്കളയിൽ പച്ചമുളക് ഉണ്ടാ? ആ ഉണ്ട്. ആ നടുവേ കയറിയിട്ട് ബാക്കിയത്ത് അങ്ങോട്ട് തേച്ചു വിടും. അതിലൊതുങ്ങിയില്ലെങ്കിൽ കണ്ണിനോട് തേച്ചു വിടും. നീ കൂന്നെങ്കിലും പറഞ്ഞ എന്റെ ചോമാർ അറിയാതെ വാങ്ങിക്കടാ പീക്കറി അടി വാങ്ങി നീ കേട്ടാ. ഈ പെണ്ണിട്ട് നമ്മൾ ചാട്ട അടിക്കണം എന്റെ മുമ്പേ. എന്തോ നിങ്ങൾക്ക് കുറച്ചു എന്നെ അടുത്ത് ദേഷ്യപ്പെട്ടു ചേച്ചി. അത് ഏജ് കൂടി കൂടി വരെയല്ലേ, അപ്പൊ അലപ്പറയാവും നീ. പിന്നെ മാനസിക നിലയും തെറ്റും. മാനസിക ഞാൻ കൊല്ലം പിടിച്ചു കേട്ടാ. എടാ ഞാൻ എന്റെ വീട്ടിൽ മര്യാദ ഇരിക്കാറുന്നില്ലടാ. നീ എല്ലാം കെട്ടിയെടുത്തോണ്ട് വന്നിട്ട് എന്നോട് ജീവിക്കാൻ സമ്മതിക്കൂലേ? അച്ചാച്ചിന്റെ പ്രശ്നം എന്തുവാ? എന്റെ ലക്ഷ്യം നിനക്ക് കുഴിപ്പള്ളം നിന്ന് പോയി തരാമോ? അച്ഛൻ ഒരു തവണ കൂടെ പറയാച്ചേനി. കുഴിപ്പള്ളം ശരിയല്ല, ഞാൻ പോവാ. കുഴിപ്പണത്ത് പോവാണോ? അല്ല, റൂമിൽ പോകുന്നു. ചേച്ചി ഇവിടെ തന്നെ മറ്റേ കാര്യം സംസാരിക്കാം. ബാ. ആ അതിപ്പോ സംസാരിക്കുന്ന എവിടെ? അളിയൻ്റെ അടുത്ത് സംസാരിക്കണ്ടേ? എടാ നിനക്ക് സംസാരിച്ച് മതി ആയില്ലേടാ. നീ പണ്ട് കുറെ സംസാരിച്ചേടാ ഇങ്ങനെ ആക്കി തന്നെ. നീ ഇനി മതി ആയില്ല സംസാരിക്കും. മറ്റേ കാര്യം ഏത് മറ്റേ കാര്യടാ? ഞാൻ താങ്കളുടെ സംസാരിക്കാൻ വേണ്ടി വന്നില്ലല്ലോ. ഞാൻ ചേച്ചിയെല്ലാം അങ്ങോട്ട് വിളിച്ചത്. ചേച്ചി കൂടെ കാര്യം പറയട്ടും. കാര്യം ചോദിക്കോട് ഇങ്ങനെ ആക്കി. എന്റെ വായിൽ വേറെ പറഞ്ഞു. നിന്റെ ഈ ചെവിയിൽ ഉറക്കെ നിന്നീടാ ഇതുവരെ. ഞാനിത്ര കാര്യമായിട്ടാണ് അവിടെ മുമ്പോട്ട് വന്ന് സംസാരിക്കാൻ വേണ്ടിട്ട്. അളിയെന്നാണ് വിളിച്ചത്, ഞാൻ വേറെ ഒന്നുമല്ല വിളിച്ചത്. പറഞ്ഞോ ഇങ്ങോട്ട് വാരി ഞാൻ വിളിക്കണില്ലേ? പാ നിങ്ങൾക്ക് കുറച്ച് കുടുംബാലം ഉണ്ടാക്കിട്ട് പോടാ. നിനക്ക് മതി ആയില്ലടാ. നിനക്ക് ഗൾഫ് പുത്തമ്പണക്കാരാ. ചേട്ടാ കാര്യം എനിക്ക് മനസ്സിലായി. ചില സൈറ്റിൽ എന്തോ പ്രശ്നമില്ലേ? ചില സൈറ്റിലെ പ്രശ്നമൊക്കെ അവിടെ കളഞ്ഞിട്ട് വരണം. സൈറ്റിലെ പ്രശ്നമൊക്കെ അവിടെ കളഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ നിങ്ങളായിട്ട് കളിച്ചിരിക്കാൻ കേട്ടാ. ഉപദേശമൊക്കെ എന്റെ 10ാം സൽഗുണെടുത്ത് മതി, എന്റെ അടുത്ത് വേണ്ട. ഉമ്മയ്ക്ക് സന്തോഷമായില്ലേ? ഇവിടുത്തെ ചർച്ച എന്താന്ന്? ചർച്ച എന്താ എനിക്ക് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചർച്ചയിലെ ചർച്ച ഉപദേശിക്കാൻ വന്നായി എല്ലാം കണക്കിയ എന്തൊക്കെയോ ഗൂഢാലും നടക്കണുണ്ടോ. നമ്മളെത്തൊന്നും വേണ്ടില്ല. ചാച്ചിയുടെ കാര്യം ഓരാൻ വേണ്ടി ഒരുത്തം വിളിച്ചെന്ത് പോണ് ആലപ്പറ കൂട്ടങ്ങൾ. ഞാൻ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാന്ന് പറഞ്ഞുകൊണ്ട് ചെന്നാണ്. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകണ്ട. ഞാനും പറയാൻ വേണ്ടി പോകണില്ല. അഹങ്കാരം, ഭയങ്കര അഹങ്കാരം. അയ്യോ, അഹങ്കാരം എന്ന് പറഞ്ഞ പോലെ ഭയങ്കര അഹങ്കാരമാണ്. അഹങ്കാരത്തിന്റെ കൈയും കാലും വെച്ച് ബാലേന്ദ്രൻ തമ്പിന്ന് പേരും. അതിന് ചേച്ചിയും കൂടെ എന്നെ പറ്റി നുണ പറയണ? അങ്ങനെ തന്നെ. ശ്രീകുട്ട, നീ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് മാറി താമസിക്കാൻ പോവാണെന്ന്. നീ പെട്ടെന്ന് വീട് നോക്കി മാറി താമസിക്കാൻ. അതൊക്കെ അവനവന്റെ കാര്യങ്ങൾ. മാറി താമസിക്കാതിരിക്കുക കാണും. നമ്മളെ കാര്യം ഇടപെടേണ്ട കാര്യം തോന്നുന്നു. ഇത് മനഃപൂർവ്വം എന്റെ അടുത്ത് ഉടക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ അതിനടുത്ത് മനഃപൂർവ്വം ഉടക്കണം. ഞാൻ ഉടക്കണത് ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആയി സംസാരിക്കുമ്പോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോവല്ല. ഞാൻ ഗൗരി ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല. അത്ര തന്നെ.
മനസ്സാവാച അറിയാത്ത കാര്യങ്ങള് നീ സംസാരിക്കുക ശ്രീകുട്ടാ. ഞാൻ മനസ്സിൽ പറഞ്ഞിട്ടില്ല അങ്ങനെ കേട്ടാ. എനിക്ക് നിങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലായി, വ്യക്തമായിട്ട്. നീ എന്താ മനസ്സിലാക്കടാ? ഞാൻ വല്ല വിളിച്ചു പറയാം. അല്ല എടാ എനിക്ക് നിന്നെ അറിയാടാ, നിന്റെ ഉള്ളിരിപ്പ് എനിക്ക് അറിയാടാ. എടാ നീ എന്തിനാണ് ഇവിടെ വന്നത്? എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് നിന്റെ കാര്യം സാധിക്കണം, അതിനാണ് നീ ഇങ്ങോട്ട് വന്നത്. നീയെ ഒന്നും വിട്ടു പറയൂല. നീ അമുക്കാണ്, നീ വിഷമാണ്, നീ വിഷക്കുറ്റിയാണാ നീ. ഗൾഫിൽ ചെന്ന് 10 പൈസ ഉണ്ടാക്കിയപ്പോൾ വെളുപ്പ് കാണിക്കണം. അത് എൻ്റെ അടുത്തല്ലടാ. നീ ഒന്നും പറയടാ. ഇല്ല നിന്റെ ചേച്ചിയെ കാല് പോതിക്കൊടു. നീ ഒന്ന് പറ, എൻ്റെ അടുത്ത് പറയാ. അമ്മയ്ക്ക് വെച്ചോണം കേട്ടാ. ഒന്ന് വിട്ട് കളിക്കല്ലേ, എല്ലാം അറിയണോണ്ടേ. അതെന്തോ സംസാരിച്ചിട്ട് പോയത്. ശ്രീകുട്ടാ ഒരു വക വറ്റ കാണൂല. ഫയലും പോയി, എല്ലാം പോയി. എവിടെ പോണു? എവിടെ പോണു? കൈവിടറാ. എന്ത് വിടൂല? വിടൂല. എന്ത് രണ്ടുപേർക്ക് ആവശ്യമില്ലാത്തോടെ വഴക്കുണ്ടാക്കാൻ നോക്കിയ രണ്ടിനെ മേടിക്കോട്ടാ. എവിടെ? എടാ എനിക്ക് സൈറ്റിൽ പോണം, അത്യാവശ്യമാണ്. എനിക്ക് സൈറ്റിൽ പോയി ജോലി ചെയ്താൽ എനിക്ക് ജീവിക്കാൻ പറ്റൂ, എന്റെ കുടുംബം പുറത്താൻ പറ്റൂ. നിന്നെ പോലെ അറബിയിൽ നിന്ന് പൈസ അടിച്ച് മാറ്റി ഇവിടെ വന്ന് ജീവിക്കണല്ല ഞാൻ. ബാലു, വാക്കുകൾ ഉപയോഗിക്കുമ്പോ സൂക്ഷിച്ച് പറയണം. നിങ്ങൾ ഈ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞ ആരെങ്കിലും കേട്ടിട്ട് നാണക്കേട് ഇറക്കാം. അല്ലാണ്ട് തന്നെ നമ്മളെ കുടുംബത്തിൽ ആർക്കും നമ്മൾ നന്നായി കിടക്കണത് കണ്ടുകൂടാ. നാണക്കേട് വരാൻ കിടക്കണേ ഉള്ളൂ. ഗൾഫിൽ നിന്ന് അറബിയിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പൈസ അടിച്ച് മാറ്റി വരാം. അവിടെ മൊത്തം അറിഞ്ഞ്, പോലീസൊക്കെ അറിഞ്ഞ്. ഇനി അറബി പോലീസുകാർ ഇവിടെ കയറി ഇറങ്ങും. നോക്കിക്കോ. സൈറ്റിൽ നിന്ന് പൈസ സൈറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി വിൽക്കുന്ന ആരാണെന്ന് നാട്ടുകാർക്ക് അറിയാം. നാട്ടുകാർ പറഞ്ഞുകൊണ്ട് നടക്കണുണ്ട്. സൈറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി വിൽക്കുന്നത് ആരാണെന്ന് നാട്ടുകാർക്ക് അറിയാം. നാട്ടുകാർ പറഞ്ഞുകൊണ്ട് നടക്കണുണ്ട്. സൈറ്റിൽ നിന്ന് ഞാൻ സാധനം അടിച്ച് മാറ്റിയോടാ. ഇല്ലാത്ത പറഞ്ഞാണല്ലേ. കഴുത്തി പിടിച്ചപ്പോ എന്റെ ഒച്ചങ്ങ് പോയി. മതിയാ ചേച്ചി? അപ്പൊ ജംഗ്ഷനിൽ ഒരു ചെറിയ മുറി ഞാൻ വാടക എടുത്ത് അളിയെന്ന് അങ്ങോട്ട് മാറ്റും. ഞാനും ഗൗരി ഇവിടെ നിൽക്കും. അതിന്റെ വാടക ഞങ്ങൾ തന്നാ മതിയല്ല. നീ എന്നെ ഇവിടുന്ന് പറഞ്ഞേക്കാൻ തന്നെ വേണ്ടി വന്നല്ലടാ. നിനക്ക് എന്നെ ഇവിടുന്ന് പറഞ്ഞ് ഓട്ടിച്ച് വിടണോ അല്ലടാ. എടാ നീ എന്നെ പടവലത്തെ നിൽക്കാൻ സമ്മതിച്ചിട്ടില്ല മനസമാനമായിട്ട്. അപ്പടാ കുരിപ്പേ, നീ ഓരോന്ന് കാണിച്ചിട്ടാ എന്നെ പടവലത്ത് നിന്ന് ഓട്ടിക്കണത്. പടവലത്തിക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. നീ പറഞ്ഞില്ലടാ. നീ പല പ്രാവശ്യം പറഞ്ഞോണ്ട് അളി ഇറങ്ങി പോന്നു. മാറിക്ക്. ഈ പറഞ്ഞു പറഞ്ഞ രണ്ടുപേരും കൂടെ എങ്ങോട്ടാ കയറി പോണത്? ഒരു തല്ല് കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോ വേദന അങ്ങോട്ട് പോകും. അതുപോലെയാണ് വാക്കുകൾ പറയുമ്പോ സൂക്ഷിച്ചു പോയിക്കണം രണ്ടുപേരും. പിന്നെ മനസ്സിൽ പോകൂലത്. എടാ കള്ളാ, എടാ നീ ഇവിടെ കിടന്ന് കറങ്ങണ എന്തിനാണെന്ന് നന്നായിട്ട് അറിയാം. നീ ഇവിടെ കിടന്ന് കറങ്ങുകയും ചെയ്യും, പടവലത്ത് കറക്റ്റാ ഫോൺ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും. എടാ അവിടുത്തെ സ്വത്തുക്കളെല്ലാം പതുക്കെ നൈസ് അടിച്ച് മാറ്റി കളഞ്ഞ നമ്മൾ പിന്നെ നമ്മളിപ്പം മൂക്കറ്റ കിടന്നിലാണ്ടാ ജീവിക്കണത്. അളിയായി. എടാ ഞാൻ ഒരു കാര്യം പറയട്ടാ. ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഇങ്ങനെ നരക തുല്യമായിട്ട് ജീവിക്കാൻ കാരണം നീ ഒറ്റത്തനാണ്. നിന്റെ ഉപേക്ഷ, നിന്റെ അശ്രദ്ധ, നിനക്കൊന്നും വേണ്ടല്ലോ. നിനക്ക് ഒരു സ്വത്തും വേണ്ട. നീ കണ്ടിടത്തോടെ അലഞ്ഞ് നടന്ന് ഒരു പെണ്ണിനെ കൊണ്ടുവന്നു. നീ കറക്റ്റ് സമയത്ത് ഇവിടെ നിന്നിരുന്നെങ്കിൽ അവർ യഥാവിധി പോലെ ഞങ്ങൾക്കൊക്കെ സ്വത്ത് എഴുതി തന്ന് ഞങ്ങളിങ്ങനെ നരയിക്കേണ്ട കാര്യം ഉണ്ടാണോ? എടാ നീ ഒറ്റവർത്തനല്ലടാ ഞങ്ങളിങ്ങനെ നരയിക്കുന്നത്. നിന്റെ ചേച്ചി കണ്ണൂരിക്കാനും ഞാൻ കടന്ന് കണ്ണൂരിക്കാനും കാരണമാടാ. നീ എനിക്ക് അത്ര വിഷമുണ്ട്. എന്തോ ശ്രീത് കരയാണോ? കരയല്ലേ? ഇവിടെ നില്ല ഞാൻ പോരാ. ചേട്ടാ ശരിക്കും നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം? ആ പ്രശ്നം എന്താണെന്ന് അവന് നന്നായിട്ട് അറിയാം. എന്റെ ഗ്രൗണ്ടിൽ കയറി കളിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അറിയായിരിക്കൂ. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഒരു ഗ്രൗണ്ടിൽ കളിച്ചാ പോരെ? കളിക്കാമായിരുന്നു. പക്ഷെ അവന്റെ കളി കള്ളക്കളിയാണ്. കള്ളാണ്, ചതിയൻ കള്ളം, പെരുകള്ളം, കാട്ടുകള്ളൻ. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വെച്ച് നീ എന്തിനാ ഈ ഓട്ടത്തിൽ കാണിക്കണേ? നീ നിന്റെ കാര്യം നോക്കി അപ്പുറത്തേക്ക് പോളർക്ക. ബാലു പോയ അപ്പുറത്തേക്ക്. ഈ ഡ്രസ് മതി. ഇങ്ങോട്ട് ഇങ്ങോട്ട് പോവാൻ. നാടകം എന്ന് പറഞ്ഞ പച്ചായ എങ്ങോട്ട്? അങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇല്ല. എന്ത് ചുമ്മാ എന്തെങ്കിലും പറയുമ്പോ ബാഗ് കൊടുത്തോണ്ട് ഇറങ്ങിക്കോളും. ശ്രീ റൂമിൽ കയറി പോയേ. എന്റെ സോറിയല്ലോ എനിക്ക്. ശ്രീ റൂമിൽ കയറി പോവാൻ, എന്നിട്ട് അവിടെ തന്നെ ഇരുന്നാ മതി. പോ ശ്രീ. പെങ്കോന്തൻ. ആര്? ആരായിരിക്കും? ആര്?
എവിടെ പോണ്? എവിടെ പോണെന്ന്? എടാ എനിക്ക് സൈറ്റിൽ പോണെന്ന്. എന്താ പറഞ്ഞേ? സൈറ്റിൽ പോണം. ഇവിടെ ചുമ്മാ കള്ളം പറഞ്ഞാലുണ്ടല്ലോ അകത്തേക്ക് പോ. എടാ എഞ്ചിനീയർ അന്വേഷിക്കുന്നു. ചുമ്മാ കള്ളം പറയുന്നത് വാരിക്കല് കേൾക്കണുണ്ടല്ലോ. എനിക്ക് പോണെന്ന്. അകത്തേക്ക് പോ. പോവാടി. എപ്പോ? ഇപ്പൊ മനസ്സിലായില്ലേ ആരാണ് പെങ്കോത്തരെന്ന്? മനസ്സിലായ പെങ്കോത്താരെന്ന്? കാവിഴുക്കോട്ട് നല്ലതായിരുന്നു. ലച്ചു രാത്രി ചോറ് കഴിച്ചോട്ടാ. ചപ്പാത്തി കഴിച്ചോ? ഞാനും നീയൊക്കെ ചോറ് കഴിക്കണം, ബാക്കിയുള്ളവർ ചപ്പാത്തി കഴിക്കണം. ചോറ് അത്രയും ബാലൻസ് ഉണ്ട്. അതെ അവനെന്താ പറയാ ഞാൻ കഴിക്കാൻ? അതെങ്ങനെയാ ചേച്ചി? വിശന്ന് ഒന്നും കഴിക്കാതെ പോയാൽ കിടക്കും. ശരിക്കും അവര് തമ്മിലുള്ള പ്രശ്നം എന്തുവാ? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. പാവ ശ്രീക്കുട്ട് ബിസിനസിന്റെ കാര്യം പാലോട്ട് ചർച്ച ചെയ്യാനിരിക്കുകയായിരുന്നേ. അതെ, അവരെപ്പോഴും ഇങ്ങനെ തന്നെയാണോ? അവരെപ്പോഴും ഇങ്ങനെയൊന്നും അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയാണ്. പക്ഷെ ഉള്ളിൽ ഭയങ്കര സ്നേഹം. ഡേയ് ഇയാൾക്ക് ഇയാളെ ഭർത്താവിന് വേണമെന്നുണ്ടെങ്കിൽ മര്യാദ ഇരിക്കാൻ പറയണം. ഞാൻ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്ക് പിരിവെടുത്തോണ്ടിരിക്കുകയാണ്. എനിക്ക് തീരെ ഇഷ്ടമല്ല. ഞാൻ വല്ല മുളകൊടിയും വെതറി വിടും. ഇയാളെ ഇതിനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോണേ? എവിടെയെങ്കിലും അടങ്ങി ഒതുക്കി ഇരുന്നൂടെ? പിന്നെ ഞാൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കൂ? ജയശ്രീ ചുമ്മാ ഇരിക്കണം, എന്റെ സ്വഭാവം അറിയാലോ. നടിപ്പിക്കുകയാണ്. കൊള്ളാല്ല. അയ്യോ ഇതിപ്പോ വലിയ കഷ്ടമാണല്ലോ. ഇത്ര ദിവസം വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇവിടെ നിൽക്കായിരുന്നു. തുടങ്ങി വീണ്ടും പ്രശ്നം. ആ അങ്ങനെ പറ. നമ്മൾ വന്ന് കയറിയപ്പോ പ്രശ്നമായെന്ന് കേട്ടാ. നമ്മൾ വന്ന് കയറിയപ്പോ പ്രശ്നമായെന്ന് ഇവിടെ. ചേച്ചി ആ ഒരു അർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നില്ല. കുട്ടുമാവനോട് ഇനിയിപ്പോ ആരെന്ത് പറഞ്ഞാലും ആ ഒരു അർത്ഥത്തിൽ എടുക്കത്തുള്ളൂ. അത് പണ്ടുതൊട്ടുള്ള സ്വഭാവമാണ്. ഇതിനെ കാട്ടി ആളിന്റെ അടുത്ത് നിന്ന് വായിന്ന് വല്ലതും കേട്ടാ മതി. എന്നാ പോയി കേക്ക് ചെല്ല്. പോടാ. അതൊക്കെ മറിച്ചിട്ടേ പോവുള്ളോ? ഇവന്റെ ഈ തുള്ളിത്തുള്ളിയുടെ ചാട്ടം എപ്പോ നിൽക്കും? അവിടെ ഇങ്ങനെ തന്നെയാണാ തുള്ളിത്തുള്ളിയാണ് നടക്കണേ. ചില സമയത്ത് ഇവന്റെ വർത്താനം കേട്ടാലുണ്ടല്ല കൈയില്ലാത്തവൻ കൈ കെട്ടി വെച്ചിട്ടടിക്കും. എനിക്കും അങ്ങനെ തന്നെ തോന്നാറുള്ള ചേച്ചി. പിന്നല്ലട ആർക്കാ തോന്നാത്തല്ലെങ്കിലും. ആ പറയടാ. അളിയ ഗൾഫിൽ നിന്ന് വന്നാ എന്തു പറ്റി? അയ്യോ പ്രശ്നോ? ആ എന്റെ ദൈവമേ, അറബിയുടെ പൈസ അടിച്ചു മാറ്റിയാ? അയ്യോ അപ്പൊ കേസാവല്ല. എടാ ഇനി തിരിച്ചങ്ങോട്ട് വെച്ചെന്നാ അവരെ അറസ്റ്റ് ചെയ്തേ. ഇവിടെ അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ? അയ്യോ ഇങ്ങനെ തന്നെ കുറെ എണ്ണം ഉണ്ടേ. എല്ലാ ഗൾഫുകാരും ഒരുപോലെ ഒന്നും അല്ല, ചിലവന്മാരുണ്ട്. അവിടെ ചെന്ന് മോശം അറബിയുടെ എല്ലാം കൂടെ അടിച്ചു മാറ്റി ഇഞ്ഞു വരും. ഇവിടെ ആ പ്രശ്നമാവും. കുടുംബക്കാർ കിടന്ന് ഉറങ്ങണ്ടേ? ആ ഇനിയിപ്പോ എന്തിയേ? അവൻ്റെ ജന്മം പോയി പാഴ്. അങ്ങടിച്ച് നടക്കട്ടെ, അപ്പൊ പഠിക്കും. ശരിയടാ. ഓ പൈസ ഉണ്ടെങ്കിൽ എന്ത് കാര്യം? എടാ അറബിയിൽ നിന്ന് കുറെ പൈസ അടിച്ച് മാറ്റി ഇവിടെ കൊണ്ടുവന്നാ ഇവിടെ കേസ് പറയാൻ നിൽക്കണം. ഇവിടുത്തെ പോലീസർ അവര് പിന്നെന്ത്? അത് നടക്കൂല. അത് അകത്തിയാണ് അകത്തി തന്നെ. ശരിയടാ. ഓക്കെ എന്ത് പറയാൻ. കൂട്ടുകാരൻ്റെ അളിയൻ ഗൾഫിൽ നിന്ന് വന്നു. അവിടെ എന്തോ പ്രശ്നമായെന്നാ. അറബിയിൽ നിന്ന് പൈസ അടിച്ച് മാറ്റിയെന്നാ, കള്ളത്തരം കാണിച്ചെന്നാ. ഗൾഫില്. അപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്യാൻ നേരത്തെ അവൻ മുങ്ങി ഇവിടെ വന്നെന്ന്. ഇനി ഇപ്പൊ ഇവിടെ പ്രശ്നമാവും. കാരണം നല്ല ബന്ധുക്കളൊക്കെ നല്ല ആൾക്കാരാണ്. അളിയന്മാർ നല്ല പൊന്നുപോലത്തെ അളിയന്മാരൊക്കെയാണ് ഉള്ളത്. പക്ഷെ അവന്മാർക്ക് നാണക്കേടല്ലേ? അപമാനം ഉണ്ടാക്കി വച്ചില്ലേ? ഫോൺ നോക്കണ്ട. നോക്കട്ടെന്ന് നമ്പർ നോക്കണ്ട. നീ വിളിച്ചത് ഫ്രണ്ട്. നീ നോക്കണതിന് എടുക്കണെന്ന്. ഫോൺ പിടിച്ചു. ജീവിക്കാൻ സമ്മതിക്കൂലേ എന്നെ ഇവിടെ? ജീവിക്കാൻ സമ്മതിക്കൂലേ? എവിടെ റിപ്പോർട്ടാടേ? ഫോൺ പിടിച്ചു വാങ്ങണത്. നമ്പർ നോക്കട്ടെ. എന്തിനാ നമ്പർ നോക്കണത്? ആ പിന്നെ ഞാൻ വിളിക്കുന്ന നമ്പറൊക്കെ നീ നോക്കണത്. നീ എന്തിനാ നമ്പർ നോക്കണിപ്പോ? ആരെ വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് ഗൾഫിൽ നിന്ന് വന്ന് ആരോ എന്തൊക്കെ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ പറയണം. അപ്പൊ ഇയാൾ നമ്പറിൽ നിന്ന് വിളിച്ചെന്ന് അറിയണ്ടേ? അയ്യാ നീലു ഇങ്ങനെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോവേ. വെറുതെ കൊതിപ്പിക്കല്ലോ കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. നേരെ പടവലത്തോട്ട് പോയാൽ മതിയായിരുന്നു. അച്ഛൻ മഴക്ക് പറഞ്ഞ് എന്നെ അങ്ങോട്ട് കയറ്റി തന്നെ. ചെന്ന് കയറിക്കട്ടെ അച്ഛൻ്റെ അടുത്ത്. അങ്ങനെ തേങ്ങോദിക്കുന്ന കമ്പിപ്പാരുണ്ട്, നെഞ്ചി കരി തരും. ചുമ്മാ ആവശ്യമില്ലാത്ത പറയല്ല കേട്ടോ. ആ പിന്നെ ഗൗരി, നിനക്കൊരു കാര്യം അറിയാമോ? നിന്റെ വീട്ടിലെ സ്വത്തുക്കളും ആന അമ്പാരി എടുപ്പത് പൊന്നും പണം ഉണ്ടെങ്കിൽ ആരതി ഒഴിഞ്ഞ് പടവലത്തെ കയറ്റിയാണ്. അതാണ്. അയ്യോ വെള്ളം തായിക്കണം. മാറങ്ങോട്ട് പോട്ടെ. കുടിപ്പിക്കാം, വെള്ളം കുടിപ്പിക്കാം. നില്ല് ഇവിടെ നില്ല്. എന്റെ വീട്ടുകാര് സ്വർണ്ണ പണം ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരാണ്. ആണാ? അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. ഇത് വർത്താനം വലു എന്ത് വർത്താനം? എന്ത് വർത്താനം?
സഹോദരി എന്റെ തലയിൽ അങ്ങ് ഫ്രീ ആയിട്ട് കെട്ടി വെച്ചല്ല, അതിന് കുഴപ്പമൊന്നുമില്ല. സഹോദരൻ ചെന്ന് എവിടുന്ന് ഒരു പെണ്ണ് കൊണ്ടുവന്നപ്പോ അവക്കൊന്നും ഇല്ലാത്തോണ്ട് വീട്ടിലും കയറ്റണില്ല. ഇതാണ് കാര്യം. ആ ശൂലം കൂടി വീട്ടിൽ പാഴായി നിന്ന നിങ്ങൾക്ക് തങ്ക കുഴപ്പമുള്ള എന്റെ ചേച്ചിയെ കെട്ടിച്ചെന്നില്ലേ, അതാണ് ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്. എടാ 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 ശൂലംകുടി വീട്ടില്, നെയ്യാറ്റിങ്കര ശൂലംകുടി വീട്ടിലെ ഒരു പുരുഷനെ കെട്ടാൻ നെയ്യാറ്റിങ്കര പെണ്ണുങ്ങളെ ക്യൂ നിന്നിട്ടുണ്ട്, തപസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും പക്കി വായിക്കാത്ത ഇത്തിക്കറ പക്കിയാടാ. ഇല്ല തച്ചോളയാ. നിന്റെ വമ്പ് വേണ്ട, നിന്റെ വമ്പന്റെ അടുത്ത് വേണ്ട. ഗൾഫിൽ പോയി 10 കാശുണ്ടാക്കി ഇവിടെ ഏതെങ്കിലും ചീപ്പ് ബിസിനസ് ചെയ്ത് പൊട്ടിപ്പൊളിഞ്ഞിട്ട് പടവലത്ത് നിന്ന് മരിച്ചു കൂടി എടുക്കേണ്ട ഗതികേട് നിനക്ക് വരും. നോക്കിക്കോ. ശപിക്കണേച്ചി, വാ തുറന്നാൽ ശാപവാക്കും പൊരിച്ചിലും മാത്രമേ ഉള്ളൂ. നിനക്കൊന്നും പറയാനില്ലേ? പറയണമെന്നുണ്ട്. രണ്ടുകൂടെ കുറെ നേരം പറഞ്ഞിരിക്കണേ, പിന്നെ എങ്ങനെ പറയാനാണ്? പറയണേ, നിന്നെ മുമ്പ് നിൽക്കല്ലേ, പറ. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. രണ്ടുപേർക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? ഇവിടെ നിനക്ക് പറ്റുമോ? നീ പറയാനുണ്ട്. രണ്ടുപേർക്കും ഓരോ മൈക്ക് തരാം. ആ മൈക്ക് കൊണ്ട് ആ വാഴക്കാല ജംഗ്ഷനിൽ പോയി നിന്നിട്ട് നേരത്തെ അങ്ങോട്ട് കുറ്റം പറ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇഷ്ടം പോലെ ആൾക്കാർ വരും കേൾക്കാനായിട്ട്. മതിയാ? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി തെറ്റിയിട്ട് കാര്യമില്ല. നീ അവളെ കഴിഞ്ഞ് താലി കെട്ടി, അതോടെ നീ സഹിച്ചേ പറ്റൂ. ഇനി തെറ്റിപ്പിടിച്ചിട്ട് കാര്യമില്ല. അതല്ല അത്രയല്ലേ വിളിച്ചോളൂ. ഞാൻ പറയണ അങ്ങോട്ട് കേള്. ഒരുപാട് പ്രതീക്ഷകളായിട്ട് പറന്നിറങ്ങിയാണ് ഞാൻ ഇവിടെ. അളിയൻ, എന്റെ ചേച്ചി, പിള്ളേര്, ഒരു ചെറിയ ബിസിനസ്, എന്റെ ഭാര്യയായിട്ടുള്ള ഒരു സന്തോഷകരമായിട്ട് ജീവിതം എല്ലാം തകർന്നില്ലേ? എന്നിട്ട് മാറ്. എടാ, നിന്റെ ഈ കള്ള കണ്ണീരുണ്ടെന്ന് എന്റെ മനസ്സറിയില്ല. ചെറിയ ബിസിനസ്സാടാ, ചെറിയ ബിസിനസ്സാ. വാഴക്കാല ജംഗ്ഷനിൽ നോക്കിയിടാ, 3000 സ്ക്വയർ ഫീറ്റ് കരവരാന്താ. എടാ കടവരാന്ന് നോക്കിയിടാ. എന്നെ അറിയിച്ചാടാ? നീ എന്നെ അറിയിച്ചാ? ഓ, അപ്പൊ എല്ലാം അറിഞ്ഞ് വന്നിട്ടുള്ള തുള്ളലാണ്. എല്ലാം അറിഞ്ഞ്. ഞാൻ ഒരു കാര്യം പറയാം. വാഴക്കാലം എന്ത് നടന്നാലും ഞാൻ അറിയും. ഞാൻ അറിയാതെ അവിടെ ഒരു പാട്ടും മുള പോലും പൊട്ടി മുളയ്ക്കൂല. തകർത്ത് കളയും, മുളറിയ നുള്ളിക്കളയും. നീ എന്ത് ബിസിനസ് തുടങ്ങിയാലും. അങ്ങനെ വാഴക്കാലം മാത്രമല്ല, പടമുകളിൽ ഞാൻ ഒരു ഷോപ്പ് നോക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് പടമുകളിൽ എങ്ങനെ ഇരിക്കണേ? അതന്നെ എനിക്ക് ചോദിക്കാളെ, എങ്ങനെ ഇരിക്കണേ? ഈ പടമുള്ള കട കണ്ടിട്ട് അവൻ വന്നിട്ട് എന്താ എന്നോട് പറഞ്ഞത്? എന്ത് പറഞ്ഞത് കേക്ക്? പക്ഷേ കേക്കണമെന്ന് പറഞ്ഞില്ലേ? അവൻ വന്ന് പറഞ്ഞത് അളിയനായിട്ട് ആലോചിച്ചിട്ട് ബിസിനസ് തുടങ്ങാന്ന്. കേട്ടോ? കേട്ടില്ലേ? അളിയനായിട്ട് ആലോചിച്ചിട്ട് മതി ബിസിനസ്. അളിയനായിട്ട് ആലോചിച്ചിട്ട് മതി ബിസിനസ് തുടങ്ങാനാണ്. ഇത് നീ അറിഞ്ഞ? എനിക്ക് പറയാൻ എന്തുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞില്ല? പറഞ്ഞില്ലേ? നിനക്ക് ഞാനും അവനും തമ്മിലാണ് ഈ ഉടനെ കാണണം അല്ലേ? മോനെ, എടാ മകളെ, കൂട്ടാ ശ്രീകൂട്ടാ, നീ നേരത്തെ പറയേണ്ട ഒരാളേൻ്റെ അടുത്ത് നിങ്ങളെ വായിലെന്തോന്ന് ആക്കില്ലായിരുന്നാ പറയണ്ടേ ഇതൊക്കെ? അല്ല, ഇത്രയും പ്രശ്നം ഉണ്ടാവോ? എനിക്ക് അവന്റെ മനസ്സറിയാം. എനിക്കറിയാം അവന്റെ മനസ്സ്. അപ്പൊ ഇങ്ങനെ ചെയ്യൂ. കരയാതെ. നീ എന്നാലും പറഞ്ഞല്ല നിന്റെ ബിസിനസ്സിൽ അളിയനെ പാർട്ട്ണറാക്കാന്ന്. അത് 5 പൈസ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ. പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടാ. എന്റെ രക്തബന്ധത്തിലോ എന്നെ അകന്ത ബന്ധത്തിലോ ആരും നിന്റെ അത്ര വരൂലടാ. ഞാൻ ഉണ്ട് കൂടെ. ഞാൻ ഉണ്ട്. ഇന്നലെ പറഞ്ഞല്ല അളിയനെ പാർട്ട്ണറാക്കാന്ന് ബിസിനസ്സിൽ. എനിക്കത് മതി. ശ്രീകുട്ടാ, എടാ എനിക്ക് കിട്ടിയ ഭാര്യ അത്ര ശരിയായില്ലെങ്കിൽ എനിക്ക് അതിനേക്കാൾ വലിയ എനിക്കൊരു അളിയനെ കിട്ടിയില്ലടാ. എന്റെ ഭാഗ്യമാടാ. എന്റെ കാര്യത്തിൽ തീരുമാനമായി. സമാധാനമായി.